ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ റൂഫിങ്ങിനെ കുറിച്ചുള്ള വീഡിയോകളാണ് കൂടുതലും അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ അറിവുള്ള മേഖലയിലൂടെയുള്ള വീഡിയോകളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള റൂഫിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. പഴയകാലം മുതലാണെങ്കിൽ നാടനോട്, അതിനുശേഷം അലൂമിനിയം ഷീറ്റ്, GI ട്രഫോർഡ് ഷീറ്റ്, ടൈൽ പ്രൊഫൈൽ ഷീറ്റുകൾ, സെറാമിക് ടൈല്, ഷിംഗിൾസ്, സ്റ്റോൺ കോട്ടഡ് ഇമ്പോർട്ടഡ് ഷീറ്റുകൾ, ഇങ്ങനെ ഒട്ടനവധി വെറൈറ്റി റൂഫിംഗ് വർക്കുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഷീറ്റ് റൂഫിങ്ങും ടൈൽ റൂഫിംഗ് തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് നടക്കുന്നത്. എത്തരത്തിലാണ് ഇവ തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അതിൽ വേണ്ടി വരുന്ന മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ്, കഴുക്കോലിൻ്റെ അകലം, പട്ടികയുടെ അകലം, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു വിശദീകരണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റൂഫിംഗ് വർക്കിനെ കുറിച്ച് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ആദ്യാവസാനം വരെ കാണുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു എൻകറേജ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തരുന്ന ലൈക്കുകളാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രധാനമായും 5 മെയിൻ പാർട്ടുകളാണ് റൂഫിങ്ങിൽ വരുന്നത്: പോസ്റ്റ്, ബീം, ട്രസ്, പർലിങ്, ഷീറ്റ് അല്ലെങ്കിൽ ടൈല്. ആദ്യമൊക്കെ പോസ്റ്റിൻ്റെ ഹൈറ്റ് 2 മീറ്ററാണ് കൊടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ കുറഞ്ഞത് 2.5 മീറ്റർ, അതായത് 8 അടിയെങ്കിലും പൊക്കത്തിലാണ് പോസ്റ്റുകൾ കൊടുക്കുന്നത്. ഷീറ്റ് റൂഫിംഗ് ആണെങ്കിൽ പോസ്റ്റുകൾ തമ്മിലുള്ള അകലം 4 മീറ്റർ കൊടുക്കാം. എന്നാൽ ടൈൽ റൂഫിംഗ് ആണെങ്കിൽ 3 മീറ്ററേ കൊടുക്കാൻ പാടുള്ളൂ. 7.5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 ഇഞ്ച് ഓടി വരുന്ന റൗണ്ട് പൈപ്പുകളോ 3x3 സ്ക്വയർ ട്യൂബുകളോ ആണ് പോസ്റ്റായി ഉപയോഗിക്കുന്നത്. ഫൗണ്ടേഷൻ പ്ലേറ്റുകളായി ഉപയോഗിക്കുന്നത് 6 ഇഞ്ച് സ്ക്വയർ പ്ലേറ്റുകളും ആങ്കർ ബോൾട്ടുകളുമാണ്. റൂഫിംഗ് വർക്കിൽ ആദ്യം ഫൗണ്ടേഷൻ പ്ലേറ്റ് ഉറപ്പിക്കുന്നു, അതിനുശേഷം പോസ്റ്റ് ഉറപ്പിക്കുന്നു. ഇതിനുശേഷം വരുന്ന സംഭവമാണ് ബീം. ബീമായി കൂടുതലായി ഉപയോഗിക്കുന്നത് 4x2 16 ഗേജ് റെക്റ്റാങ്കുലർ ട്യൂബാണ്. ഒരു 4x2 ട്യൂബ് 16 ഗേജ് അപ്രോക്സിമേറ്റ് 20 കിലോ വെയിറ്റ് വരും. പോസ്റ്റ്, ബീം ഇവ കഴിഞ്ഞാൽ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ട്രസ്സാണ്. ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ 4:1 അല്ലെങ്കിൽ 3:1.5 16 ഗേജ് ട്യൂബുകളാണ് ട്രസ്സായി ഉപയോഗിക്കുന്നത്. ഷീറ്റ് റൂഫിങ്ങിൽ ട്രസ്സുകൾ തമ്മിലുള്ള അകലം 5 അടിയാണ് കൊടുക്കുക. എന്നാൽ ടൈൽ റൂഫിങ്ങിൽ ട്രസ്സുകൾ തമ്മിലുള്ള അകലമെന്ന് പറയുന്നത് 1 മീറ്ററാണ്, അല്ലെങ്കിൽ 3.25 അടി. റൂഫിങ്ങിലെ മറ്റൊരു പ്രധാന പാർട്ടാണ് റിഡ്ജ് ബീം, അതായത് മോന്താഴം. 4x2 റെക്റ്റാങ്കുലർ ട്യൂബാണ് റിഡ്ജ് ബീമായി ഉപയോഗിക്കുന്നത്. റൂഫിംഗ് ഏരിയയുടെ നീളത്തിൽ നിന്നും വീതി കുറച്ചാൽ കിട്ടുന്ന അളവാണ് റിഡ്ജ് ബീമിൻ്റെ അളവ്. ഒന്നുകൂടി വിശദമാക്കി പറഞ്ഞാൽ 40 അടി നീളവും 30 അടി വീതിയുമുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ റിഡ്ജ് ബീമിൻ്റെ അളവ് എന്ന് പറയുന്നത് 40-ൽ നിന്നും 30 കുറച്ചാൽ കിട്ടുന്ന 10 അടി നീളമായിരിക്കും. പോസ്റ്റ്, ബീം, ട്രസ് ഇവ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം പർലിങ്ങിനാണ്. നാടനോട് അല്ലെങ്കിൽ സെറാമിക് ഓടാണ് മേയുന്നതെങ്കിൽ 35 സെൻറ്റിമീറ്ററാണ് പർലിങ്ങുകൾ തമ്മിലുള്ള അകലം. 1 ഇഞ്ച് പർലിങ്ങാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 32.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ പർലിങ് അടിച്ചാൽ സെറാമിക് ഓട് അല്ലെങ്കിൽ നാടനോട് മേയാൻ കഴിയും. എന്നാൽ ഷീറ്റ് മേയുമ്പോൾ ഈ അകലം കൊടുക്കണമെന്നില്ല. 2.5 അടിക്കും 3 അടിക്കും ഇടയ്ക്കുള്ളൊരളവ്, അതായത് 80 സെൻറ്റിമീറ്ററിനും 90 സെൻറ്റിമീറ്ററിനും ഇടയ്ക്കുള്ള ഒരളവിലാണ് പർലിങ് സെറ്റ് ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്ട്രക്ചറിങ് സംബന്ധമായ കാര്യങ്ങളാണ്. ഓട് മേയുമ്പോൾ 3/1 സെൻറ്റർ ഹൈറ്റ് കൊടുക്കുന്നത്. വീതിയുടെ 3/1.
30 അടിയാണ് വീതിയെങ്കിൽ ഓട് മേയുമ്പോൾ 10 അടി സെൻറ്റർ ഹൈറ്റ് കൊടുക്കുന്നു. നേരെ മറിച്ച് ഷീറ്റിനാണെങ്കിൽ ഓടിൻ്റെ പോലെ സ്ലോപ്പ് ആവശ്യമില്ല. വീതിയുടെ 4/1 സെൻറ്റർ ഹൈറ്റ് കൊടുത്താൽ മതി. 30 അടി വീതിയെങ്കിൽ 7.5 അടി സെൻറ്റർ ഹൈറ്റ് കൊടുത്താൽ മതി ഷീറ്റ് മേയുമ്പോൾ. റൂഫിംഗ് ചെയ്യുന്നത് സാധാരണ നാടനോടാണെങ്കിൽ 20 സെൻറ്റിമീറ്ററാണ് വിരിച്ചിൽ കിട്ടുക. സെറാമിക്കോടാണെങ്കിൽ 27 സെൻറ്റിമീറ്റർ വിരിച്ചിൽ കിട്ടും. 1000 സെറാമിക്കോട് മേയുന്നിടത്ത് 1250 നാടനോട് വേണ്ടിവരും എന്ന് സാരം. 1000 സ്ക്വയർ ഫീറ്റ് പ്ലിന്ത് ഏരിയ വരുന്ന ഒരു റൂഫിംഗ് 4 വശവും 3 അടി വീതം ചാട്ടം ഉൾപ്പെടെ 3/1 സെൻറ്റർ ഹൈറ്റ് അളവിൽ റൂഫിംഗ് ചെയ്തു വരുമ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് 1680 സ്ക്വയർ ഫീറ്റായി മാറും. ഇതിൽ നിന്നും 1000 സ്ക്വയർ ഫീറ്റിൻ്റെ 68% വർധനവ് വന്നത് ഓട് മേഞ്ഞു കഴിഞ്ഞപ്പോൾ. ഷീറ്റാണ് മേയുന്നതെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് 1554 സ്ക്വയർ ഫീറ്റായിട്ട് മാറും. അതായത് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ 55% ഷീറ്റ് റൂഫിങ്ങിൽ വർധന വന്നത്. ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്ത കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥമായ കാര്യങ്ങളാണ്. ഇനി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഓട് മേയുമ്പോൾ 68%വും ഷീറ്റ് മേയുമ്പോൾ 55% വ്യത്യാസം വരുന്നത് എങ്ങനെയെന്നുള്ളത് തുടർന്നുള്ള വീഡിയോകളിലൂടെ പറഞ്ഞു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.